വീണ്ടും സുരേഷ് ഗോപി വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്തവണ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ വലിയ നേട്ടമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞ ആളാണ് സുരേഷ് ഗോപി. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി നമ്മളോടൊപ്പമുള്ള പ്രൊഫസർ കോന്നി ഗോപകുമാറാണ്. നമസ്കാരം. പ്രൊഫസറെ, ഈ സുരേഷ് ഗോപി വീണ്ടും വിവാദത്തിലേക്ക് പോവുകയാണല്ലോ, എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്? സുരേഷ് ഗോപി സെലിബ്രിറ്റിയാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് ഈ തിരക്കഥാകൃത്തുക്കൾ എഴുതി കൊടുത്ത ഡയലോഗുകൾ ആ കഥാപാത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുകയും സംവിധായകൻ പറയുന്നതനുസരിച്ച് അഭിനയിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ്. പക്ഷേ രാഷ്ട്രീയത്തിലൊരു പ്രശ്നമുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ അവർ തന്നെ സ്വയം സംവിധാനം ചെയ്യുന്ന ആളുകളാണ്. തിരക്കഥയും അവരുടെയാണ്. അപ്പോൾ തിരക്കഥയും സംവിധാനവും സ്വയം ചെയ്ത് വലുതായ ആളുകളാണ് രാഷ്ട്രീയ നേതാക്കന്മാർ. ഏത് രാഷ്ട്രീയ നേതാവിനെ എടുത്തു നോക്കിയാലും അത്തരത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇപ്പോഴും സുരേഷ് ഗോപിക്കായിട്ടില്ല. അദ്ദേഹം ആ സെലിബ്രിറ്റിയുടെ ഒരു ഹാലോയിൽ ചിലപ്പോഴെങ്കിലും നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് സംഭവിച്ചതാകാം. നേരത്തെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചൊരു ടൈം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, എല്ലായിടത്തും ഓടിച്ചെന്ന് ഓരോ പ്രശ്നങ്ങൾ ഇടപെടൽ എല്ലാം അദ്ദേഹം നടത്തി. അങ്ങനെ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹം വിജയിച്ച ഉടൻ തന്നെ പറഞ്ഞത്, ഇനി എന്നെ കാണണമെങ്കിൽ നേരിട്ട് കാണാൻ പറ്റില്ല, അവിടെയുള്ള BJP പ്രസിഡൻറ്റിന് വേണമെങ്കിൽ പരാതി കൊണ്ടുകൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇതൊരു രാഷ്ട്രീയ നേതാവിന് യോജിച്ച പ്രസ്താവനയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാഷ്ട്രീയ നേതാവിന് യോജിച്ച പ്രസ്താവനയാണെന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാവിന് യോജിച്ച പ്രസ്താവനയല്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള കേരളത്തിലെ പല മന്ത്രിമാരെയും കണ്ട് കാര്യം സാധിക്കണമെങ്കിൽ കൺസേൺഡ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാർ വിചാരിച്ചാലേ പറ്റൂ എന്നുള്ളൊരു ഫാക്റ്റാണ്. എത്ര പേർക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും? ഇപ്പോൾ CPIയുടെ മന്ത്രിമാർ, അവരെ കാണണമെങ്കിൽ നമുക്ക് പോയി കാണാം. കാര്യം സാധിക്കണമെങ്കിൽ പാർട്ടി കൂടെ പോയാലേ പറ്റുള്ളൂ. എന്നാൽ ചുരുക്കം പിന്നെ INL പോലെയോ അല്ലെങ്കിൽ NCP പോലെ ശശീന്ദ്രനെ പോലെയോ ഒക്കെയുള്ള ഒറ്റപ്പെട്ട ആരും ജനപിന്തുണയില്ലാത്ത ജനകീയമായ അടിത്തറയില്ലാത്ത ചില രാഷ്ട്രീയ പാർട്ടികൾ ഒഴിച്ചു നിർത്തിയാൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് CPIയുടെയും CPMൻ്റെയും നേതാക്കന്മാരെ കാണണമെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാരാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, അത് ശരിയാണ്. പക്ഷേ ഒരു മന്ത്രിയും അല്ലെങ്കിൽ ആരെങ്കിലും വിജയിച്ച ഒരാളും പറയാത്തൊരു വാചകമാണ് ഇനി എന്നെ കാണണ്ട, അവിടെ പോയി പ്രസിഡൻറ്റിനെ കണ്ടാൽ മതി, പാർട്ടിയുടെ പ്രസിഡൻറ്റിനെ കണ്ടാൽ മതി എന്നുള്ള കാര്യം. സ്വാഭാവികമായിട്ടും ആ ഒരു മന്ത്രിയുടെ ഓഫീസ് ഉണ്ടാവും. മന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ജനങ്ങൾക്ക് പോയി കാണാനുള്ള അവകാശമുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ്. പല പാർട്ടിയിലും ആൾക്കാരുണ്ട്. CPMൻ്റെ ഉണ്ടാവും. BJP മാത്രമല്ലല്ലോ ജയിപ്പിച്ചെടുത്തുള്ളത്, കോൺഗ്രസിൻ്റെ ആൾക്കാരാണ്. അവർക്കൊക്കെ നേരിട്ട് BJP പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോയി പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു വഷളത്തരമല്ലേ അദ്ദേഹം പറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. അത് പക്ഷേ ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഫാക്ട്സ് പറഞ്ഞത്, ഞാൻ അതിൻ്റെ ഫാക്റ്റാണ് പറഞ്ഞത്. പക്ഷേ അതിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ പോളിഷ്ഡ് ആക്കി കാര്യങ്ങൾ പറയാനും തന്നെയല്ല ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് അദ്ദേഹത്തിനെ കാണാൻ വരുന്നത് താങ്കൾ പറഞ്ഞ പോലെ BJPക്കാർ മാത്രമല്ല. BJPക്കാർ അദ്ദേഹത്തിനെ കാണാൻ വരുന്നുണ്ടെങ്കിൽ കൺസേൺഡ് പാർട്ടി നേതാവിനെ കാണട്ടെ. പക്ഷേ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വരുന്നത് അദ്ദേഹത്തിനെ മന്ത്രിയായിട്ടാണ് കാണാൻ വരുന്നത്. ഒരു BJP നേതാവിനെ അല്ല അവർ കാണാൻ വരുന്നത്. ഇന്ത്യൻ യൂണിയനിലെ മന്ത്രിയായിട്ടാണ് വരുന്നത്. അതിലുപരി MP ആണ്. അപ്പോൾ പിന്നെ അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് അനുചിതമായി പോയി തന്നെയാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, നമുക്കറിയാം കേരളത്തിൽ വലിയ ദുരന്തങ്ങളുണ്ടായി, പ്രത്യേകിച്ചും വയനാട് ദുരന്തം. ഈ വയനാട് ദുരന്തത്തിൽ അവിടെ ഇരുന്ന് കാര്യങ്ങൾ നടത്തേണ്ട ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് പോലും അനുകൂലമായ നടപടി ഉണ്ടായില്ല. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ബജറ്റിൽ ഒരു 5 പൈസ നീക്കി വെച്ചിട്ടുമില്ല. ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അല്ല, അവിടെ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൻ്റെ പരിഹാരം കാണാൻ കേന്ദ്ര ഗവൺമെൻറ് ബജറ്റ് പണം മാറ്റിവെക്കേണ്ട കാര്യമില്ല. ബജറ്റിലല്ല ചെയ്യുന്നത്. ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം തന്ത്രശാലിയായ രാഷ്ട്രീയക്കാർക്ക് ഇപ്പം ദുരന്തം അതൊരു ദുരന്തമാണ്. പക്ഷേ രാഷ്ട്രീയക്കാരന് ആ ദുരന്തം ഒരവസരവും കൂടിയാണ്. അവസരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സഹായിക്കാനുള്ള അവസരം. അതാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ആളായി സ്വയം വ്യക്താവായി മാറാൻ വേണ്ടി പരിശ്രമിച്ച ഒരാൾ. എവിടെയെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പബ്ലിസിറ്റി കിട്ടുന്ന സ്ഥലമാണ് അവിടെ ഓടിച്ചെല്ലുന്ന ഒരാളാണ്.
ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു ചോരമലയിലുണ്ടായത്, മുണ്ടക്കൈ ഭാഗത്തുണ്ടായ മേപ്പാടി ദുരന്തം. പക്ഷെ അദ്ദേഹം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീക്കാൻ അദ്ദേഹത്തിന് തയ്യാറായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. കാരണം അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി കോടികൾ മുടക്കുന്ന ഒരാളാണ്. അതൊരു ഫാക്റ്റാണ്, അത് സത്യമാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചുരൽമലയിലോ മുണ്ടക്കയിലോ എവിടെയെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ദുരന്തം നടന്ന പല സ്ഥലങ്ങളാണല്ലോ, അവിടെ എത്തിയിട്ട് പാവപ്പെട്ട 100 പേർക്ക് ഞാൻ എൻ്റെ ഫണ്ടിൽ നിന്ന് പണം കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുകയും അവരെ അദ്ദേഹം തന്നെ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് തിരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ വലിയൊരു പോസിറ്റീവ് മെസ്സേജായിരുന്നു ജനങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബുദ്ധിമാന്മാരായ രാഷ്ട്രീയക്കാർ അവസരങ്ങൾ പിന്നെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ബേസിക്കായിട്ട് സുരേഷ് ഗോപിയുടെ ഒരു പ്രശ്നം, അദ്ദേഹം സ്വയം തീരുമാനമെടുക്കുകയാണ്, അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്. ബുദ്ധിമാന്മാരായ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെ പെട്ടെന്ന് സ്വയം തീരുമാനമെടുക്കില്ല. മറിച്ച് പലരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അവസാനം തനിക്ക് അനുയോജ്യമായ ഒരഭിപ്രായം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായത്തിലുണ്ടായ മാറ്റങ്ങൾ വരുത്തി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിനെ അഡ്വൈസ് ചെയ്യാൻ നല്ല അഡ്വൈസർമാർ, ഉപദേശകർ അദ്ദേഹത്തിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുമായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ 5 വർഷം കേരളത്തിലെ ഏറ്റവും സീനിയർ നേതാക്കന്മാരുടെ ഒരാളും ഏറ്റവും തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവുമാണ് KM മാണി സാർ. മാണി സാറിനോട് 5 കൊല്ലം ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. അദ്ദേഹം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. മാണി സാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകമായിരുന്നു മാണി സാർ ഒരു കാര്യം എടുക്കാൻ പോകുമ്പോൾ, ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തയ്യാറാക്കുമ്പോൾ അതെല്ലാം കൃത്യം അദ്ദേഹം നോക്കും. നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കണം. അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമുക്കത് പറയാം. പലപ്പോഴും മാണി സാറും ഞാൻ തമ്മിലൊരു ബന്ധത്തിൽ പലപ്പോഴും സാറ് പറയുന്ന അഭിപ്രായത്തോട് വളരെ ശക്തമായിട്ട് ഞാൻ വിയോജിച്ചിട്ടുണ്ട്. മാണി സാറിൻ്റെ ഒരു മഹത്വം ഞാൻ അവിടെ കണ്ടത്, നമ്മൾ വിയോജിക്കുമ്പോൾ സാർ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ആ വിയോജിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടുതൽ ശരിവെക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റങ്ങൾ വരുത്തണോ എന്ന് അദ്ദേഹത്തിനെ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ വിമർശനങ്ങളോ നമ്മുടെ വ്യത്യസ്തമായ അഭിപ്രായമാണ്. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായത്തിനെ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വരാൻ പോകുന്ന വിമർശനം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 53 വർഷം പാലാ പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തോൽക്കാതെ നിന്ന KM മാണി സാർ. മറ്റെല്ലാ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും തോറ്റിട്ടുണ്ട്. R ബാലകൃഷ്ണനുള്ള സാർ തോറ്റിട്ടുണ്ട്, TM ജേക്കബ് തോറ്റിട്ടുണ്ട്, PJ ജോസഫ് തോറ്റിട്ടുണ്ട്. ഏത് നേതാവാണ് തോക്കാത്തത്? തോൽക്കാതെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉമ്മൻചാണ്ടി ഉണ്ടായിരിക്കാം. ഉമ്മൻചാണ്ടി കോൺഗ്രസിലായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി കേരള കോൺഗ്രസ്സിൽ ഒരു നേതാവും ഒരു പ്രാവശ്യമെങ്കിലും പരാജയത്തിൻ്റെ കൈപ്പറിയാത്തൊരു നേതാവില്ല. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു KM മാണി സാർ. ഞാൻ പറഞ്ഞു വന്നത്, മാണി സാറിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആ രംഗത്തുള്ള പല ആളുകളോട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ആരായി. മാണി സാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തന്നെ, പക്ഷേ എങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ടായിരുന്നു. അത്ര ഒരു സംവിധാനം ബുദ്ധിമാനായ ഏത് രാഷ്ട്രീയക്കാരനും ചെയ്യും. നിർഭാഗ്യവശാൽ സുരേഷ് ഗോപിക്ക് അത്തരം ഒരു സംവിധാനം ഉണ്ടോ എന്ന് ഞാൻ കൃത്യമായി സംശയിക്കുന്നുണ്ട്. ഈ സുരേഷ് ഗോപി ഈ പറഞ്ഞ, അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞു ബ്രാഹ്മണനായി ജനിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനം പുറപ്പെടുവിച്ചു. ഇപ്പോൾ അദ്ദേഹം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആ വകുപ്പ് എനിക്ക് കിട്ടണമായിരുന്നു എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അതിനെതിരെയാണ് വളരെ ശക്തമായ രൂപത്തിൽ എല്ലാ മേഖലകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം മാപ്പ് പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം രാജിവെക്കണമെന്ന് VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ചിട്ട്? അല്ല, VD സതീശനെ അത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, ഈ ബ്രാഹ്മണനായിട്ട് ജനിക്കണം അദ്ദേഹം പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ രസകരമായ കാര്യം, എൻ്റെ പല സുഹൃത്തുക്കളും ബ്രാഹ്മണ സുഹൃത്തുക്കളാണ്. അവർ ബ്രാഹ്മണനായി ജനിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇദ്ദേഹം പോയി ബ്രാഹ്മണനായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കുന്നു. ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ എന്താണ്? ഏറ്റവും ജനസംഖ്യ കുറവുള്ള ആളുകളാണ്, അവർക്കൊരു പ്രിവിലേജും ഇല്ല. 100ൽ 100 മാർക്ക് വാങ്ങിച്ചാൽ പോലും അവർക്ക് നിയമനം കിട്ടുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവശത അനുഭവിക്കുന്ന ഒരു ഭാഗം യഥാർത്ഥ കേരളത്തിലെ ബ്രാഹ്മണരാണ്, അവർ സംഘടിതരുമല്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഇത് കൃത്യമായി ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നൊക്കെ ഇത്തരം അഭിപ്രായങ്ങൾ മെച്ചുറായ രാഷ്ട്രീയക്കാരൻ, അല്ല, ഒരു ജാതിയുടെ മതത്തിൻ്റെ വർണ്ണനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് സവർണ മേധാവിത്വത്തിൻ്റെ ആളായി അദ്ദേഹം സ്വയം പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലത്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബ്രാഹ്മണനായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ രാഷ്ട്രീയത്തിൽ വളരാനുള്ള സാധ്യത കുറവാണ്. ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ പൂജയ്ക്ക് പോകാനേ പറ്റുള്ളൂ. ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ മന്ത്രിയാകാൻ പ്രയാസമാണ്. ബ്രാഹ്മണനായിട്ട് ജനിച്ച സ്ഥാനത്ത് എത്തിച്ചേരാൻ പ്രയാസമാണ്. ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിയമനം ലഭിക്കാൻ പ്രയാസമാണ്.
പിന്നെ ആ കുരിശിനെ തന്നെ തലയിൽ വെക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആംഗിൾ അതല്ലല്ലോ. സമൂഹത്തിൽ മനുഷ്യൻ്റെ വേർതിരിവിൽ ബ്രാഹ്മണനാണ് എല്ലാവരും ഏറ്റവും ടോപ്പുള്ള വർണ്ണത്തിൽ മുന്നിലുള്ളത്. അപ്പം ഏറ്റവും സവർണ ജാതിയിൽ ജനിക്കുക എന്നുള്ള ചിന്തയല്ലേ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അല്ല, അദ്ദേഹം ഇപ്പോൾ തന്നെ സവർണ ജാതിയിൽ ജനിച്ച ആളല്ലേ? നായർ ആണല്ലോ. അതെ. ഇപ്പോൾ അതിൽ ഉപരിയായിട്ട് ബ്രാഹ്മണനായിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മനുഷ്യം എന്നുള്ള വിട്ട് അദ്ദേഹം ശരിക്കും മനുഷ്യനായി എല്ലാവരെയും കാണേണ്ട ഒരാൾ, ജാതിക്കും മതത്തിനപ്പുറമായി ഞാനൊരു മനുഷ്യനായി ആണ് കാണാൻ ആഗ്രഹിക്കുന്നതിന് പകരം ബ്രാഹ്മണനാണ് ആയിട്ട് വരണം എന്ന് ചിന്തിക്കുന്നതിൻ്റെ യുക്തി ആണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സുരേഷ് ഗോപി ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ബ്രാഹ്മണന്മാർ ചെയ്യുന്ന, അദ്ദേഹം കുറച്ച് ഈശ്വരവിശ്വാസിയാണ്, ബ്രാഹ്മണന്മാർ ചെയ്യുന്ന പൂജകളും ഇപ്പം ബ്രാഹ്മണനായിട്ട് ജനിച്ച ഒരാൾക്ക് അയ്യപ്പൻ്റെ ആ സാങ്ക്ടം സാങ്ക്ടോറിയത്തിലകത്ത് കയറി അയ്യപ്പ വിഗ്രഹത്തെ പൂജിക്കാൻ അവകാശമുണ്ട്. ഗുരുവായൂരപ്പനെ പൂജിക്കുന്ന ബ്രാഹ്മണന് അത് ചെയ്യാൻ പറ്റും. വേറെ ഒരു സമുദായക്കാരന് പറ്റത്തില്ല, നായർക്കോ അല്ലെങ്കിൽ വേറെ ഒരു സമുദായക്കാർക്കും പറ്റില്ലല്ലോ. ബ്രാഹ്മണന് കിട്ടുന്നൊരു പ്രിവിലേജാണത്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരവിശ്വാസത്തിൻ്റെ മൂർധന്യത്തിലെത്തി ഞാനൊരു ബ്രാഹ്മണനായിരുന്നെങ്കിൽ ഈ ദൈവങ്ങളെല്ലാം നേരിട്ട് അവരുടെ കാര്യങ്ങൾ പറയും, പൂജിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്നുള്ള ഏതൊരു സങ്കല്പത്തിലാണ് അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതേ ആളെന്നെ പറയുന്നു, എനിക്ക് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ തെറ്റില്ല. കാരണം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഏറ്റെടുത്ത് നടത്തിയ മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. കരുണാകരൻ വേറെ ആർക്കും കൊടുക്കാതെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എന്തിനാണ് മുഖ്യമന്ത്രി വെച്ചിരുന്നത്? അപ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പട്ടികജാതി പട്ടികവർഗക്കാരൻ വേണമെന്നില്ലല്ലോ. വേറെ ഒരു സമുദായത്തിൽ നിന്ന് വന്ന അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാൾ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ വളരെ എഫക്റ്റീവായിട്ട് നിന്ന മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്, പരിമിതി എന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയക്കാരനാണ്, എല്ലാവരും നല്ല പെരുമാറ്റമാണ്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എതിരായ അഭിപ്രായമില്ല. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഒഴിച്ചു നിർത്തിയാൽ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പിലെ മന്ത്രിമാരെ പലരെക്കുറിച്ചും എനിക്ക് സഹതാപമുള്ളൂ. കാരണം വെച്ചാൽ ഇവർക്ക് എത്തിക്കുന്ന പണത്തിൻ്റെ വലിയൊരു ശതമാനം, ഉദാഹരണത്തിന് നമ്മൾ അട്ടപ്പാടിയിലോട്ട് പോയാൽ, ഞാൻ അട്ടപ്പാടി പോയിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സാക്ഷരതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അവിടെ കോടികളാണ് മുടക്കിയിരിക്കുന്നത്. അവിടെ മുടക്കി അഹാർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിനാറിന് എത്തിയപ്പോൾ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ കണക്ക് ഞാൻ ഓർക്കുന്നില്ല, ഇതുവരെ അട്ടപ്പാടി ആദിവാസികൾക്കായിട്ട് വിനിയോഗിച്ച ഫണ്ട് ഒരു കണക്ക് അദ്ദേഹം പറഞ്ഞാണ്, ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ആദിവാസിക്കും 25 ലക്ഷം രൂപ വെച്ച്, പുള്ളി കണക്ക് വെച്ചാണ് 25 ലക്ഷം രൂപ വെച്ച് ഓരോ ആദിവാസിക്കും കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇത് ആദിവാസിപ്പെട്ട ആളല്ല, മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ഇവിടെ ആദിവാസി കുഞ്ഞുങ്ങൾ ആഹാരം കിട്ടുന്നില്ല, വസ്ത്രം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അപ്പം നല്ലൊരു പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ഇച്ഛാശക്തിയുള്ള ഒരു മന്ത്രി അവിടെ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് അഴിമതിക്കാരും കുറ്റവാളികളുമായ ചില ഉദ്യോഗസ്ഥന്മാരാണ് ഈ പട്ടികജാതി പട്ടികവർഗത്തിലെ കംപ്ലീറ്റ് പണം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്. ഈ കൊള്ളക്കാരെ കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കാൻ കാലിബറുള്ളൊരു മന്ത്രി എന്തെങ്കിലും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ സംശയിക്കേണ്ട കാര്യമില്ല, കേരളത്തിൽ ഏറ്റവും മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന മേഖല പട്ടികജാതി പട്ടികവർഗം. ആ അർത്ഥത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ വളരെ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പുറം ഇരുന്നിട്ട് ബ്രാഹ്മണനാവണമെന്ന് പറയുകയും അപ്പുറം ഇരുന്നിട്ട് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കിട്ടണം എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു നമുക്ക് പൊരുത്തമില്ലായ്മയാണ് അവിടെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു പത്രത്തിൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച മാണി സാറിൻ്റെ കാര്യമാണ്, സാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ സാറിന് അറിയാം പിറ്റേ ദിവസത്തെ പത്രത്തിലെ ഹെഡ്ലൈൻസ് വരുന്ന ഏത് വാചകമാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതാണ് വളരെ പ്രോംപ്റ്റായിട്ട് ഹോംവർക്ക് ചെയ്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ പത്രക്കാർ ഭയങ്കര കൃത്രിമക്കാരാണ്. അവരുടെ വായി ബന്ധപ്പെട്ടാൽ രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. ഷാർപ്പായിട്ട് ചോദ്യം ചോദിക്കുന്ന ആളുകളാണ്. ഇതെല്ലാം വരിയായിട്ട് മന്ത്രി സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളുകളുമാണ്. ഞാൻ സുരേഷ് ഗോപിയെ പറ്റി പഠിച്ചപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്ന ആളുകളോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുക എന്നുള്ള ഒരു സമീപനമാണ് സുരേഷ് ഗോപി എടുക്കാറുള്ളത്. അതിൻ്റെ തെളിവുകളടക്കം ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. നശിച്ചു പോകും, മുടിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ശപിച്ചുള്ള സ്ത്രീകളെ എനിക്കറിയാം. വീട്ടിൽ അവർ ഓഫീസിൽ പോകുമ്പോഴും വളരെ മോശമായി പരുഷമായിട്ട് പെരുമാറുക. എന്നാൽ എവിടെയെങ്കിലും ഒരു ആപത്തുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം വേണമെന്ന് പബ്ലിസിറ്റി വരിക, അവിടെ ഓടിയെത്തി സുരേഷ് ഗോപി പേരെടുക്കുന്ന ഒരു സമീപനമാണ് കണ്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ ഇലക്ഷനിൽ വിജയിപ്പിക്കാൻ സഹായിച്ചുള്ള കാര്യങ്ങൾ. ഇന്നത്തെ നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ
സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർന്നിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ താഴ്ന്നിട്ടാണോ നിൽക്കുന്നത് താങ്കളുടെ അഭിപ്രായത്തിൽ? അതായത് ഇലക്ഷൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുമ്പോഴേ ഇനി അടുത്തൊരു ഇലക്ഷൻ വരുന്നത് 2029 നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 2020 ഈ 2 ആഴ്ച പോലും ഇലക്ഷൻ വലിയൊരു കാലയളവാണ് നമ്മുടെ ഇന്നത്തെ കാലയളവ്. ഈ 2029 ഇലക്ഷൻ നടക്കുന്നതിന് 3 മാസം മുമ്പുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിലാണ് ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അതായത് കിറ്റും പെൻഷനും കൊടുത്ത് തൽക്കാലം വിജയിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്ന കേരളത്തിൽ അതേപോലെ തന്നെ സുരേഷ് ഗോപിക്ക് ആ സമയത്ത് ആളുകളെ പറ്റിക്കാനും കഴിയും, വിജയിക്കാനും കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്. അല്ലേ, സുരേഷ് ഗോപി മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും പറ്റിച്ചല്ലേ കഴിയും. ആർക്കും പറ്റിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിലില്ലല്ലോ. എല്ലാവരും ജനങ്ങളെ പറ്റിക്കുന്നതാണ്. പക്ഷേ സുരേഷ് ഗോപിക്ക് പറ്റിക്കണമെങ്കിൽ അതിനൊരു ടാലൻറ്റ് വേണം. അതിന് അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല. അയാളൊരു കള്ളനൊന്നല്ല, എന്തായാലും തട്ടിപ്പുകാരനുമല്ല. പക്ഷേ അയാൾ ഈ ആളുകളെ പറ്റിച്ചു എന്നുള്ള കാര്യം 100% കാരണം ആരതി അഹമ്മദോ ചാരിറ്റിയുടെ ആളാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, അത് ഞാൻ ഈ പറഞ്ഞു വന്നപോലെ അദ്ദേഹം അദ്ദേഹം തന്നെ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ ഇന്ന് വരെ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ടിട്ടില്ല. വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു വന്ന. പക്ഷേ ഞാൻ ഈ സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, പല രാഷ്ട്രീയ നേതാക്കന്മാരും അധികാരം കിട്ടിയാൽ വളരെ ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ആളുകളെ എനിക്കറിയാം. വളരെ ധാർഷ്ട്യത്തോടെ പെരുമാറുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോലെ ഇവരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മാണി സാറൊക്കെ ആ തരത്തിൽപ്പെട്ടാണ്. പക്ഷേ കുറച്ചു കാലത്തേക്ക് കിട്ടിയ മന്ത്രി പദവി ഉപയോഗിച്ച് അഹങ്കരിച്ച് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വൈപ്പ് ഔട്ടായ നേതാക്കന്മാരുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ജനങ്ങളാണ് എൻ്റെ ശക്തിയും എൻ്റെ ചൈതന്യവും എൻ്റെ അന്നദാതാക്കളും ജനങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് സത്യം. അതായത് ജനങ്ങളാണ് അന്നദാതാവ് എന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. സുരേഷ് ഗോപി ഇതിൽ നിന്നെല്ലാം തിരിച്ചടി വാങ്ങുമോ ഇല്ലയോ എന്ന് കാലം തന്നെ തെളിയിക്കും. നന്ദി, നമസ്കാരം.